ഇന്നലെ നമ്മുടെ സെമിയിലെത്തി സന്തോഷ ട്രോഫിയിൽ അല്ലേ? ആരെ തോപ്പിച്ചു? ഒരു ഗോളിന് ആരാണ്? ഒന്നും അറിയില്ല. അപ്പൊ ഇന്നലെ ഒരു ഗോളിന് കേരളം ഒന്നുമില്ല, ഓർമ്മയിട്ടാന്നുണ്ടാണ്. അപ്പൊ ഇന്നലെ ഒരു ഗോളിന് കേരളം വിജയിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ആരും തമ്മില്. അതൊന്നും കാര്യം ഓസ്ട്രേലിയ, നമ്മള് രാജ്യക്കാരെല്ലാം പറയും, ഓസ്ട്രേലിയ തമ്മിൽ ക്രിക്കറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് ഒരാൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. 7ാം നമ്പർ ആക്കാൻ ഇറങ്ങിയിട്ട് ആര്? സഞ്ജു സാംസൺ എന്നല്ല, ആര് കളിയാണ്? നിതീഷ് റെഡ്ഡി എന്ന് പറഞ്ഞൊരു കളിക്കാരൻ അല്ലേ? നിങ്ങൾക്കറിയില്ല, അത് സത്യമാണ്. കാരണം നിങ്ങൾ ക്യാമ്പിലാണുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ കളി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഇതായിരിക്കണം, കളിയായിരിക്കണം നമ്മളെ കാര്യം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ്, ആരോ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സെന്തോ ചെറുത്താനായി മാറുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മളിവിടെ പറയാറുണ്ട്, അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ എത്ര ഇതാണ്, പല ലഹരി നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏത് ലഹരി വേണം, വായിക്കണോ എന്നുള്ള കാര്യം, കളിക്കണോ എന്നുള്ള കാര്യം. വെറുതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ വരും. നമ്മൾ ചില സമയത്ത് പറയും നമ്മുടെ സുഹൃത്തുക്കൾ ആരും എന്തൊക്കെയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റേഷനിലെല്ലാം ചില സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ഇവരെന്നോട് മുണ്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞ് ചില കുട്ടികളെല്ലാം ഒരു ബിൽഡിങ്ങിന്റെ മേലിൽ തുള്ളുന്നല്ലുണ്ട്. വെറുതെ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ തുള്ളേണ്ടവരാണോ നമ്മള്? തുള്ളേണ്ടവരെന്നല്ല നമ്മള്. നമ്മുടെ മുമ്പില് അവിടെ ഒരുപാട് വഴികളുണ്ട്. ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവരല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ഒരുപാട് ലഹരി നമ്മുടെ മുമ്പിലുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അറിയില്ല എങ്ങനെ ഉണ്ടാവും അവര്? ഭയങ്കര ഉൾവലിഞ്ഞ കുറെ ആളുകളുണ്ടാവും. എന്ത് ലഹരി ഉണ്ട് എന്ന് പറയുന്നത്? പറഞ്ഞേണ്ട ആവശ്യമില്ല. വേറെ എന്ത് ലഹരി ഉണ്ട്? കുറച്ചുകൂടെ താഴോട്ട് വാ. നമ്മള് ഇപ്പൊ നമ്മുടെ സ്റ്റേഷനിൽ കിട്ടില്ല, ചിറ്റാരിക്കൽ നമുക്ക് രാത്രി ഒരുപാട് കോള് വരും. ഇതിന്റെ ഇടയ്ക്ക് 2 ദിവസം മുമ്പേ കോള് വന്നു. 2 ദിവസം അയാൾ പറഞ്ഞു എനിക്ക് 2 തോന്നലുണ്ടെന്ന് പറഞ്ഞു. ഞാനും എന്താണ് നിങ്ങളെ പോലെ ഒരു വീട്ടിലാണ് വരുന്നതെന്ന് പറഞ്ഞു. വാക്സിനേറ്റഡ് ആവുന്ന സമയത്ത് അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിന്റെ ലീഡർ ആദ്യമായിട്ട് പറഞ്ഞു, നമുക്കിപ്പോ ഭയങ്കര ഇന്റിമസി, ഒരു അടുപ്പമുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ 100 അധികമാണ് നിങ്ങളോട്. പോലീസ് നിങ്ങൾ ഇപ്പൊ നമ്മുടെ സപ്പോർട്ടിലല്ല, അപ്പോൾ ഇപ്പൊ നിങ്ങൾ യൂണിഫോമിലല്ല പോവുകയും അവിടെ പോയപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞു, എന്ന് പറഞ്ഞു, പോലീസിനെ വീട്ടിൽ കയറ്റിയല്ലോ എന്ന് പറഞ്ഞു. പോലീസിന് ആകെ വേഷമായി പിടികൊടുക്കുമ്പോഴാണ് പോലീസുമായിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒരുപാട് വിടുവരുന്നുണ്ട്. അച്ഛൻ കണ്ടു തെറി പറയുന്നു, ഇതുവരെ കേൾക്കാത്ത ഒരുപാട് തെറികൾ പറയുന്നു അല്ലേ? നമ്മുടെ ചുറ്റുപാടും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല, ചില സമയത്ത് നിങ്ങൾ അയൽ വീട്ടിലുണ്ടാവും. അതിന്റെ അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന ചട്ടിയിൽ കഞ്ഞി കുടിക്കുന്നില്ല. ഈ 10ാം ക്ലാസ്സിലെ മോന്റെ ചട്ടി ഫുട്ബോൾ പോലെ അടിച്ചു